ബ്രിഗേഡിയർ മോഹനൻ പിള്ള എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ ശ്രീ മോഹനൻ പിള്ള, ഈ യുദ്ധത്തിന്റെ ഒരു വികാസ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? യുദ്ധത്തിന്റെ വികാസ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് ഇസ്രയേലിന്റെ ഒരു പ്രീഎംപ്റ്റീവ് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മെസ്സേജ് വന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഇസ്രയേലിന്റെ പ്രീഎംപ്റ്റീവ് അറ്റാക്ക് ആണെങ്കിൽ നമ്മൾ വിചാരിച്ചത്, പ്രത്യേകിച്ചിട്ട് ഞാൻ വിചാരിച്ചത്, ആ ഇസ്രയേൽ ഒന്ന് അറ്റാക്ക് ചെയ്തു, ഓഫ് കോഴ്സ് റിട്ടാലിയേറ്റ് ചെയ്യാനായിട്ട് ഇറാനും തിരിച്ചടിച്ചു, ആ പ്രശ്നം അവിടെ തീരും എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ US-ന്റെ ബാക്കപ്പോട് കൂടി വന്നപ്പോൾ അവർ വെൽ പ്ലാൻഡ് ആണെന്നുള്ള ഒരു രീതി നമ്മൾ കണ്ടിരിക്കും. ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത്, നമ്മൾ 2025 ജൂണിൽ ഉണ്ടായ ഒരു അറ്റാക്ക് ഇസ്രയേല് ഇറാനെതിരെ നടത്തിയത് നമുക്കറിയാം. അണ്വായുധ കേന്ദ്രം റെയ്ഡ് ചെയ്തു എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് അതിനു മുമ്പ് തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ഇറാൻ അവിടെ നിന്ന് പ്ലൂട്ടോണിയം എല്ലാം മാറ്റിയെന്നും ഉള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് യൂണിലാറ്ററലായിട്ട് സീസ് ഫയർ ഇനി മുതൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ട്രംപിന്റെ വാക്ക് പാലിക്കാതെ ഇസ്രയേൽ വീണ്ടും അറ്റാക്ക് ചെയ്തപ്പോൾ ട്രംപ് വിഷണ്ണനായി പോയപ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിമാന പ്രശ്നം എന്നുള്ള രീതിയിൽ പിന്നെ അത് സീസ് ഫയറിലോട്ട് ആക്കുകയും ചെയ്തപ്പോൾ ഇസ്രയേലിന് കടുത്ത പകയായിരുന്നു. അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് വേണം നമ്മൾ ഇതിനെ വായിച്ചെടുക്കുവാനായിട്ട്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൂതി അല്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ 3H എന്ന് പറയുന്ന പ്രോക്സി പെർമനന്റ് എനിമിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജന്മ ലക്ഷ്യം എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു ആംഗിളിലാണ് ഈ അറ്റാക്കുകൾ എടുത്തത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഇറാനിൽ അവർ നടത്തിയ പ്രഹരം അതിശക്തമായ ഒരു പ്രഹരമായിരുന്നു. കാഷ്വാലിറ്റി റേറ്റ് ഒക്കെ വെളിയിൽ വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എല്ലാ രീതിയിലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് കോപ്പറേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പ്രത്യേകിച്ചും ഈ പുണ്യമാസത്തില് ഈ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇറാന്റെ മുന്നിൽ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഓപ്ഷൻസ് നമ്മൾ കണ്ട ടാർഗറ്റ് രണ്ടാണ്. ഒന്ന്, ഇസ്രയേലിനെ തിരിച്ചടിക്കുക, അല്ല എങ്കിൽ GCC കൺട്രീസിലുള്ള US-ന്റെ ബേസിൽ തിരിച്ചടിക്കുക. ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഒരു നല്ല രീതിയിൽ അവര് ഇസ്രയേലിൽ തിരിച്ച് അടിക്കുകയും അതോടൊപ്പം തന്നെ GCC കൺട്രീസിലുള്ള US ബേസിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഈ US ബേസിൽ അറ്റാക്ക് ചെയ്തപ്പോൾ ലോകം ഉണർന്നു. ഇത് എസ്കലേഷനിലോട്ട് വ്യാപിക്കുന്നു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങോട്ട് വന്ന അഗ്രസർ അല്ല ഒരു കാരണവശാലും. ഇറാൻ അഗ്രസർ ആണ് എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയുവാൻ പറ്റില്ല. നേരെ മറിച്ച് ഇറാൻ കുവൈറ്റ് അല്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ അബുദാബി അല്ലെ UAE അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു കൊണോട്ടേഷൻ എടുക്കാൻ പറ്റും. എങ്കിൽ പോലും ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് US ബേസുകളെയാണ്. അമേരിക്കൻ ബേസുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് ആണ് ഇങ്ങനെയുള്ള ഈ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ കാണണം. കാര്യം കഴിഞ്ഞ ജൂൺ മുതൽ ഈ എല്ലാ രീതിയിലും ഇറാനെ വരിഞ്ഞു മുറുക്കുവാനുള്ള ഒരു ത്വരയായിരുന്നു തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ സൈഡിൽ നിന്നും അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്നിരുന്നത്. ആ സമയത്ത് തന്നെ ഇറാനും വെറുതെ ഇരുന്നില്ല. ഇറാൻ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ടൺ കണക്കിന് മിസൈൽസ് അക്യുമുലേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനുള്ള അഡ്വാൻറ്റേജ് ഈ അക്യുമുലേഷൻ ഓഫ് മിസൈൽസ് ആണ്. അപ്പോൾ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇറാനെ നിരായുധീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു മിസൈൽ പോലും ഇറാനിൽ നിന്ന് ഇസ്രയേലിലോട്ട് ഇനിമേൽ പോകാൻ അനുവദിക്കില്ല എന്ന അർത്ഥം വെച്ചാൽ മാക്സിമം ഡിസ്ട്രക്ഷൻ ഇറാനിൽ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ എയിമോടുകൂടിയാണ് ട്രംപിന്റെ നീക്കം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പക്ഷേ ബ്രിഗേഡിയർ മോഹൻ പിള്ള, ഇതിനകത്ത് അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറാനെ പോലെ ഒരു രാഷ്ട്രത്തെ, ഒരു സൈനിക ശക്തിയുള്ള രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ പ്ലാനും പദ്ധതിയും പ്രത്യാക്രമണ ശേഷിയും ഒക്കെ അമേരിക്കക്ക് അറിഞ്ഞുകൂടെ? അമേരിക്ക എല്ലാം പഠിച്ചും മനസ്സിലാക്കിയും പഴുതെല്ലാം അടച്ചുമായിരിക്കില്ലേ വിമാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും. പക്ഷേ അവരുടെ പ്ലാനുകളും തെറ്റുന്നു. കാരണം അവരുടെ ഫ്ലീറ്റുകളും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മിസൈൽ അറ്റാക്കും. ഒരു കാര്യം പറയട്ടെ, എയർ സുപ്പീരിയോറിറ്റിയിൽ എയർ അറ്റാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലിമിറ്റഡ് ആണ്.
ആ ലിമിറ്റഡ് അറ്റാക്കിൽ കുറച്ച് സമയത്തേക്ക് അവർക്ക് സുപ്പീരിയോറിറ്റി കിട്ടും. നേരെ മറിച്ച് അത് ലാൻഡ് അറ്റാക്കിലോട്ട് വരുമ്പോൾ ഒരു കാരണവശാലും ഇറാനെ കീഴടക്കാൻ പറ്റില്ല. കാര്യം അത്രയും ലാൻഡ് ഏരിയയും അതുപോലെ തന്നെയുള്ള ബങ്കർ സെറ്റപ്പും ഇറാന്റെ ഇൻഫൻട്രി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അത് നമ്മൾ മറ്റുള്ള അറബ് കൺട്രീസിലുള്ള രാജ്യങ്ങളിലെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലസ്തീനിൽ പോലും നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്താലും ആ ഒരു രീതിയിലോട്ട് വരും. അപ്പോൾ ലോങ് ടേം സ്ട്രാറ്റജി എല്ലായ്പ്പോഴും ഫെയിൽ ആവുകയും ഈ ഷോർട്ട് ടേമിൽ, അതാണ് അവർ പറഞ്ഞ D+4 എന്ന് പറഞ്ഞത്. D-Day ഇന്നാണെന്നുണ്ടെങ്കിൽ D+4 4 more days. അപ്പൊ ഈ D+4 കൊണ്ട് ഫിനിഷ് ചെയ്യുക മാക്സിമം എന്നുള്ളതാണ്. അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഇവർ മാക്സിമം ഡിസ്ട്രക്ഷൻ, അതായത് ഇറാന്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ വരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാക്സിമം ഡിസ്ട്രക്ഷൻ കൊടുത്ത് ഒരു 4th day ഒക്കെ ആകുമ്പോഴേക്കും അവർ ക്വയറ്റ്ലി വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീസ്ഫയർ ചെയ്യുക, അല്ലെങ്കിൽ ട്രംപ് ഇതിനൊക്കെ വളരെ വിരുദ്ധനാണ്, അദ്ദേഹം എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിച്ച് അവിടെ നിന്ന് നൈസ്ലി തലയൂരി പോവുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ മാക്സിമം ഡിസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ള അൾട്ടിമേറ്റ് എയിമോട് കൂടി തന്നെയാണ് അവരുടെ ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്ലാനിങ് പിഴയ്ക്കുന്നത് ഇറാൻ, അവർ പ്രതീക്ഷിച്ച് കാണില്ല ഇറാൻ ഈ ഒരു രീതിയിൽ നിയർ ബൈ അറബ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യല്ല, അറബ് ബേസിനെ, US ബേസിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിലോട്ട് വരുന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ആകപ്പാടെ എൻ്റയർ മിഡിൽ ഈസ്റ്റ് കൺട്രി ഈസ് ബേണിംഗ്, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവരെ ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇറാന്റെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതാണ്. മാക്സിമം രാജ്യങ്ങളെ കൂടി ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അവരുടെ ഒരു, പ്രത്യേകിച്ചും അറബ് കൺട്രീസിലെ ഈ പുണ്യമാസത്തിലുള്ള ഈ അറ്റാക്ക് ഒരു കാരണവശാലും അവർ സാധൂകരിക്കത്തില്ല. ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സിമ്പതി അല്ലെങ്കിൽ ഒപ്പീനിയൻ ഇറാന്റെ ഫേവറായിട്ട് വരുത്തുക എന്നുള്ള ഒരു എയിമും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രശ്നം വരുന്നത് അവിടെയൊന്നുമല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളാണ്, ഇന്ത്യയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഇന്ത്യൻസ് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ആർ പ്ലാനിങ് ഫോർ ആൻ ഇവാക്വേഷൻ ഓൾസോ, അത് എങ്ങനെ മൾട്ടി പ്രോങ് അറ്റാക്ക് ആണ് നടക്കുന്നത്. ഈ ഒരു സിംഗിൾ ടാർഗറ്റ് അല്ല, മൾട്ടി ടാർഗറ്റ് ആണ്. അവിടെ വരുമ്പോഴേക്കുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ ആദ്യം പോകണം, അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അപ്പം ആ ഒരു ലെവലിലോട്ട് പോകാതെ ഈ ലോകരാഷ്ട്രത്തിലെ പ്രത്യേകിച്ചും ഇന്ത്യ അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്ര തലവന്മാരെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തി ഈ സീസ് ഫയർ അല്ലെങ്കിൽ ഒരു മീഡിയേഷനിലോട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നേരെ മറിച്ച് ഈ അറ്റാക്കുകൾ നടക്കുമ്പോൾ നമ്മൾ അതർ സൈഡ് സിറ്റുവേഷൻ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, ഈ ഖത്തർ, അബുദാബി അല്ലെങ്കിൽ കുവൈറ്റ് ഒക്കെ അറ്റാക്ക് അവരെ ന്യൂട്രലൈസ് ചെയ്യുവാനായിട്ട് ഇസ്രയേലും US-ഉം മാക്സിമം ഇറാനെ എൻഗേജ് ചെയ്യും. മൾട്ടി ടാർഗറ്റ്, ഇറാനിലെ പല സൈഡിൽ നിന്നും ഈ ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. എന്തെന്ന് ചോദിച്ചാൽ ഇറാനെ എൻഗേജ് ആക്കി വെക്കുക. അപ്പോൾ ഇറാൻ ഈ രാജ്യങ്ങളിലോട്ടുള്ള അറ്റാക്ക് കുറയുന്നു, അവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ നോക്കുന്നു. ആ രീതിയിൽ എൻഗേജ് ആക്കി വെക്കുമ്പോഴും മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് ഇറാനാണ്. ആ ഒരു ഡിസ്ട്രക്ഷൻ മാക്സിമം ഉണ്ടാക്കി എല്ലാം ഞങ്ങൾ തീർത്തു, ഇനി ഒന്നുമില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി 4 ദിവസം കഴിഞ്ഞ് പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഈ 4 ദിവസമാണ് ക്രൂഷ്യൽ എന്ന് പറയുന്നത്. ഈ 4 ദിവസം കൊണ്ട് വരാൻ പോകുന്ന മാക്സിമം ഡിസ്ട്രക്ഷൻ കവറപ്പ് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ഈ സമയം കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമേരിക്കൻ ബേസിൽ തീർച്ചയായിട്ടും ഇറാൻ എവിടെയൊക്കെ അമേരിക്കൻ ബേസ് മിഡിൽ ഈസ്റ്റിലുണ്ടോ അവിടെയെല്ലാം അവർ ബോംബാർഡ്മെന്റ് നടത്തും, അല്ലെങ്കിൽ മിസൈൽ അറ്റാക്ക് നടത്തും. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും കാൽക്കുലേറ്റഡ് റിസ്ക് വൺ ഹാസ് ടു ടേക്ക് ഉണ്ടാവും. ഒരു 0 എറർ സിൻഡ്രോം അല്ല ഒരു മിസൈലുകളും. എക്സാക്ട് ആയിട്ട് പിൻ പോയിന്റ് ടാർഗറ്റ് 100% ആക്യുറസി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ 100% ആക്യുറസി ഇല്ലാതിരിക്കുമ്പോൾ മിസൈലുകൾ ലെഫ്റ്റ് ഓർ റൈറ്റ് മേ ബി ബീറ്റ് ഫോർ 500 മീറ്റർ ഡിഫറൻസ് മതി. അപ്പോൾ കാഷ്വാലിറ്റിയുടെ എഫക്ട് കൂടുതലായിരിക്കാം. പെർട്ടിക്കുലർ ഒരു ഇത് വരണം എന്നില്ല. അങ്ങനെയാണ് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ്. അപ്പം യുദ്ധം എന്ന് പറയുന്ന സംഗതി ഇന്നലെ തീരുമാനിച്ചതുപോലെ ഇന്ന് നടക്കണമെന്നില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരു മിസൈൽ പ്രയോഗിച്ച ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വീഴണം എന്നില്ല, അതിനപ്പുറം പോയി ആളെ കൊല്ലാം എന്നാണ് ശ്രീ മോഹൻ പിള്ള ചൂണ്ടിക്കാണിക്കുന്നത്.